ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ, മോള് കാക്കരശി നാടകം നടക്കുക. കൂത്താട്ടം കള്ളുഷാപ്പ് പോലെയാ. നിങ്ങൾ എല്ലാത്തിനും നിന്നു കൊടുക്കുന്നുണ്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. എടി പറയുന്നത് എന്തിനാ? അവരങ്ങ് പൊയ്ക്കോളും. നീ തന്നെയല്ലേ പറഞ്ഞത് 2 ദിവസത്തേക്കെന്ന്. 2 ദിവസം കഴിഞ്ഞു. നാളെ പോവോ? ഓ, നീ ഒന്ന് പതുക്കെ പറ. അവര് പോകാതെ പിന്നെ നീ നാളെ ഒരു പകലൂടെ കൊടുക്ക്. അനന്തം ബോംബെക്ക് അങ്ങ് പോവും. ആൻസി അപ്പാപ്പന്റെ കൂടെ നാട്ടിലേക്കും പോവും. ഞാനത് പറയാനിരിക്കുവായിരുന്നു. അവർക്ക് നാടും വീടും ഒക്കെ ഉണ്ടല്ലോ, അവിടെ പോയി നിന്നൂടെ? എടി അതെ, നാട്ടുകാരടിപ്പിക്കത്തില്ല. ആ, നാട്ടുകാരിതൊക്കെ അറിഞ്ഞു കാണും. പേരുദോഷക്കാരിയെ നാട്ടിൽ കയറ്റുവോ? എടി പേര് ദോഷം ഇന്നുണ്ടായതല്ല, 10-20 വർഷം മുമ്പേ ഉള്ളതാ. അതെന്തുവാ? സിനിമയിൽ അഭിനയിക്കാമെന്നും പറഞ്ഞ് 10-20 വർഷം മുമ്പ് ഇറങ്ങിപ്പോയ ഒരു കഥയുണ്ട്. ആൻസിയോ? ആ, പോലീസ് റെയ്ഡ് പിടിച്ചപ്പോഴേ എല്ലാരും കൂടെ ചേർന്ന് അനന്തനെ കൊണ്ട് കെട്ടിച്ചല്ലയോ. ഈ കഥ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നോട്. പറയാൻ കൊള്ളാവുന്ന കഥ വല്ലോ ആണോ? ആ, അപ്പൊ അന്നേ അവള് കുഴപ്പക്കാരിയാ. എന്നിട്ടാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒട്ടി നടക്കുന്നേ സംരക്ഷിക്കാൻ? എടി അതിനെ കാരണമുണ്ട്. ഈ അനന്തനെ പാവാ, ഈ ആൻസിയും പാവാ. ചെറിയ പ്രായത്തിൽ പെട്ടുപോയതാ. ദാരിദ്ര്യം പിടിച്ച വീടായിരുന്നു, പട്ടിണിയായിരുന്നേ. ഈ ബഹളം ഉണ്ടാക്കുന്ന അപ്പാപ്പനുണ്ടല്ലോ, അയാളായിരുന്നു സിനിമയിൽ അഭിനയിപ്പിക്കാനായിട്ട് കൊണ്ടു നടന്നു കൊടുത്തത്. അങ്ങനെ അനന്തന്റെ മുമ്പിൽ ഒന്ന് പെട്ടതാ. എന്റെ തമ്പുരാനെ, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. നമ്മൾ നിൽക്കുന്നത് ഈ പ്രോജക്റ്റിന്റെ പുറത്തല്ലയോ. ഓ, എന്തൊരു ബഹളമായത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഇവിടെ അയൽപക്കക്കാരുള്ളത്. ഞാൻ പോയി ഇപ്പൊ പറയാം. അനന്തന് മിസ്സസ് ഉണ്ടോ? ആരാ? ഞാൻ വക്കീല. വക്കീൽ? അതെ, വല്ല വക്കാലത്തും കിട്ടുമോ എന്ന് നോക്കിയാ ഞാൻ രാവിലെ ഇറങ്ങിയത്. വേറെ പണിയൊന്നുമില്ലല്ലോ. കേസില്ല വക്കീലല്ലേ അഡ്വക്കേറ്റ് ശരണ്യമൂർത്തി. ശരണ്യമൂർത്തി സാറിനെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലേ പറയുന്നവനെതിരെ കേസെടുക്കും. ആ, അപ്പൊ അതറിയാം. അപ്പോ താൻ താമസിക്കുന്ന ഇടം നോക്കി ഞാൻ അന്വേഷിച്ച് വരണം. അപ്പോ അത്രയും ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സിലായല്ലോ. സാറ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ആ, വരും വരും. ഡോ, ഇന്ന് രാവിലെ ഒരു 350 പ്രാവശ്യമെങ്കിലും തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഫോൺ കട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്. ഒടുവിൽ കൊടുവള്ളിയെ വിളിച്ചപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. തന്നെ ഇവിടുന്ന് ഇറക്കി വിടാതെ അയാളെ ഈ വീട്ടിൽ കയറ്റത്തില്ലെന്നാ അയാളുടെ പെണ്ണുമുള്ള പറഞ്ഞിരിക്കുന്നത്. ദേ, ഇപ്പൊ പുറത്തു വന്ന് നിൽപ്പുണ്ട്. വെങ്ങാനൂർ വില്ലേജിൽ മുട്ടയ്ക്കാട് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന 3.5 ഏക്കർ പറമ്പിൽ താഴത്തെ നിലയിൽ 4 മുറികളും മുകളിൽ 3 മുറികളുമുള്ള മക്കൾ 2 തരക്കാരാണെന്ന് മനസ്സിലാക്കി പണിതത് പോലെ മുകളിലത്തെ നിലയിലേക്ക് സെപ്പറേറ്റ് കോണിപ്പടിയും അടുക്കളയും അങ്ങനെയുള്ള ഒരു വീട് കിടക്കുമ്പോ എന്തിനാടോ ഭാര്യയും മക്കളെയും കൂട്ടി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ താനീ കസേരയില് സാക്ഷാൽ ഭഗവാൻ ശ്രീ പത്മനാഭൻ കിടക്കും പോലെ കിടക്കണത്? എടോ, ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്കാൻ പറഞ്ഞിരുന്നോ? ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ അങ്ങനെയാ. സാർ എന്തൊക്കെയാ പറയുന്നേ? എടോ, ഒരു ആണത്തൊക്കെ വേണം. കൂടും കുടുക്കൊക്കെ എടുത്തോണ്ട് നേരെ അങ്ങോട്ട് തന്നെ ചെന്ന് കയറണം, ഭാര്യയും മക്കളെയൊക്കെ കൊണ്ട്. അല്ലാതെ കോടതി വിധി വരാതെ? ആ, കോടതിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാനല്ലേ. അതിനല്ലേ താൻ എനിക്ക് ഫീസ് തരണത്? അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നേ? ഡോ, ഞാൻ പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്. തന്നെ വിരട്ടി ഓടിക്കാൻ വേണ്ടി മാത്രം ചമച്ചുണ്ടാക്കിയ ഒരു വ്യാജ വിൽപത്രമാണത്. അതിനൊട്ട് ഒരു വിലയുമില്ല. ഇപ്പോഴും നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നാൽ അതെടുത്ത് വരട്ടും ആ മുറി വക്കീല്. ആര്? തന്റെ ചേട്ടത്തിയില്ലേ, ചേട്ടന്റെ ഭാര്യ. അവർ ശരിക്കും LLB പഠിച്ചിട്ടാണ് വക്കീലായിട്ട് എൻറോൾ ചെയ്തിട്ടുള്ളതെങ്കിൽ
അവര് തടയാൻ വരില്ല. തടഞ്ഞാലേ കേസ് ക്രിമിനല്ല. അതാണ് എനിക്കും വേണ്ടത്. അവര് തടയണം. അപ്പോഴ് നമ്മളങ്ങോട്ട് ഇടപെടും. അതൊരു കേസാവും. അപ്പോ സാക്ഷാൽ ശരണ്യാമൂർത്തി തന്നെ അങ്ങോട്ട് ഇറങ്ങും. എടോ, ഒരുപാടൊന്നും ആലോചിക്കാനില്ല. എന്റെ കുഞ്ഞെ, സത്യം പറഞ്ഞ നിങ്ങളാണ് അവിടെ കയറി താമസിക്കേണ്ടത്. ഭർത്താവിന്റെ വീട്ടിലല്ലാതെ ഭാര്യ വേറെ എവിടെയാ താമസിക്കേണ്ടത്? വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യും. ആ വനിതാ സെല്ലിൽ പോയി ഒരു പരാതി കൂടി എഴുതി കൊടുത്ത് അതിന്റെ രസീതോടെ ആവശ്യമുണ്ട്. പോ, ബാക്കിയൊക്കെ നമുക്ക് വരും പോലെ നോക്കാം. ആ പിന്നെ ഒരു പോലീസിന്റെ ഹെൽപ്പ് എങ്ങാനും വേണമെങ്കിൽ അവിടെയും ഒരു പരാതി അനന്തരം എഴുതി കൊടുത്തേരെ. ഇതൊന്നും ഞങ്ങൾ അങ്ങോട്ട് ചിന്തിക്കാത്ത കാര്യങ്ങളാ. പെട്ടെന്ന് കേട്ടപ്പോ ആകെ ഒരു ഷോക്ക് പോലെ. ലോ, ഷോക്ക് അടിച്ചിട്ട് കാര്യമില്ല. ചിന്തിക്കണം, നന്നായിട്ട് ചിന്തിക്കണം. ഇതാണ് പറ്റിയ ടൈം. പിന്നെ ആൻസിയുടെ വിഷയം ഈ കേസിൽ ഒരു വലിയ ബലമാണ്. വാടക വീട് കിട്ടുന്നില്ല, താമസിച്ചോണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതൊക്കെ കേസിന് ബലം കൂട്ടും. പക്ഷെ എനിക്ക് മുംബൈക്ക് ഒന്ന് പോണല്ലോ. പൊയ്ക്കോ. ബോംബെയിലോ ഡൽഹിയിലോ വിശാഖപട്ടണത്തോ എവിടെ വേണമെങ്കിലും പോ. പക്ഷേ രാവിലെ ഓഫീസിൽ വന്ന് ഒരു സൈൻ ചെയ്തിട്ട് നേരെ എവരെയും വിളിച്ചോണ്ട് തറവാട്ടിലോട്ട് പൊയ്ക്കോ. പിന്നെ ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ കേസും വഴക്കുമെന്നൊക്കെ പറഞ്ഞോണ്ട് എൻ്റെ ഓഫീസിലോട്ട് വരണ്ട. പിന്നെ ശരണ്യാമൂർത്തിയോട്ട് കാണുകയും വേണ്ട. എന്താ കുടിയുള്ളി ഒന്നില്ലേ? ഇല്ല. ശരണ്യമൂർത്തി സാറ് വന്നിരുന്നു. തന്നെ കണ്ട കാര്യവും പറഞ്ഞു. രാത്രി വിളിച്ചപ്പോൾ കിട്ടിയില്ല. എവിടായിരുന്നു? എന്റെ പെണ്ണുമ്പിള്ളയോട് ചോദിക്കായിരുന്നു. എന്താ, അവൾക്കറിയായിരുന്നല്ലോ. ഞാനെന്തോ ചോദിക്കാനാ? എന്റെ അനന്ത, നിങ്ങൾ പിള്ളാരെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ എന്നോട് വീട്ടിൽ കയറണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. കാല് പിടിച്ചാ 2 ദിവസം സമ്മതിപ്പിച്ച്, ഇപ്പം 4 ദിവസമായി. ഇന്നലെ രാത്രി ഞാനൊരു 10-10 ആയപ്പോൾ വന്നായിരുന്നു. പുറത്തു നിന്ന് വിളിച്ചു, ബെല്ലും അടിച്ചു. റിമോട്ട് അവളെ കയ്യിലല്ലേ, അവള് തുറന്നില്ല. പിന്നെ ലോഡ്ജിൽ പോയി. ഉറങ്ങണ്ടേ? ഒരു നിവൃത്തി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ശരണ്യാമൂർത്തി വക്കീലിനെ കണ്ട് വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോഴാ വക്കീൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അനന്തനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ലെന്ന്. വക്കീൽ സാർ വന്ന് എല്ലാ കാര്യവും നേരിട്ട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. അനന്ത, ഇനി ഒന്നും ആലോചിക്കണ്ട. വക്കീല് പൂർണ്ണ സപ്പോർട്ടാ. നീ ആൻസിയും പിള്ളേരെയും കൊണ്ട് നേരെ കുടുംബത്തോട്ട് ചെന്നങ്ങ് കയറി. എന്നിട്ടേ എനിക്ക് എൻ്റെ തറവാട്ടിലോട്ട് കയറാൻ പറ്റൂ. ചൊവ്വാഴ്ചത്തേക്കല്ലയോ നിനക്ക് ബോംബെക്കുള്ള ടിക്കറ്റ്? ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ. ഇന്ന് തന്നെ നീ അവരെയും വിളിച്ച് നേരെ അങ്ങോട്ടങ്ങ് പോകും. പിള്ളേർക്കാന്നേ സ്കൂളിൽ പോകാനും എളുപ്പമാണ്. സ്കൂൾ ബസ് അതിൻ്റെ വാതൊക്കെ കൂടെ അല്ലേ പോകുന്നേ. ആ പ്രോജക്റ്റ് വേണം, പൈസ വേണം. ഇങ്ങനെ നടന്നാൽ ശരിയാകുകയല്ല. അനന്തൻ്റെ കാര്യം എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പൈസയ്ക്ക് പൈസ ഉണ്ടായാലേ പറ്റൂ അനന്ത. നീ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാനും രക്ഷപ്പെടും. ഇതങ്ങോട്ട് ചെയ്തു തുടങ്ങുമ്പം തന്നെ നമുക്ക് അടുത്ത പ്രോജക്റ്റും കിട്ടും. ഇപ്പോൾ ഒന്നുമില്ല നടക്കുമല്ലയോ? ഹേ ഡാർലിംഗ്, ഒരു സെൽഫി എടുക്കാം നമുക്ക്. ഈ വേഷത്തിലോ? ആ, ഷോ ആയിരിക്കും. ഹേ ബാ നോക്കിയേ, ചിരിക്കേ. എങ്ങനുണ്ട്? ഇതിനൊരു ഉഗ്രം ക്യാപ്ഷൻ പറഞ്ഞേ. ഫീലിംഗ് ഹാപ്പി. ആ, അത് പോരാ. ആ സുദീപിനൊരു കൗണ്ടർ വേണം. ഭാര്യ വീട്ടിൽ പരമസുഖമെന്ന അവന്റെ പരിഹാസം. നീ അത് വിട്ടില്ലേ? അവന്റെ ക്യാരക്ടർ അറിയാവുന്നതല്ലേ? നോ, അവനൊരു ഉഗ്രം കൗണ്ടർ കൊടുക്കണം. അപ്പൊ ഭാര്യ വീട്ടിൽ നിൽക്കുന്നതിൽ വിഷമമുണ്ടല്ലേ? എനിക്കോ? പോടി അവിടുന്ന്. നീ ഇങ്ങ് വന്നേ. വന്നേ, പറയട്ടെ. എന്താ? അതെ,
ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം പ്രപ്പോസ് ചെയ്ത് എപ്പോഴാണെന്നറിയാമോ? 10th യാ 10th ക്രിസ്മസ് വെക്കേഷന് നിന്നെ കൊണ്ടുപോകാൻ പപ്പ വന്നപ്പോൾ കാറ് വഴിക്ക് വെച്ച് കേടായി. അപ്പോൾ ഞാൻ നിന്നെ എൻ്റെ ബൈക്കിൽ കയറ്റി. അപ്പോഴാണല്ലോ നീ എന്നെ വഴിതെറ്റിച്ച് മറ്റേ ആ ലവ് ടോപ്പിൽ കൊണ്ടുപോയത്. അപ്പോൾ ഒന്നും മറന്നിട്ടില്ലല്ലേ? നെവർ. എന്നിട്ട് ബാക്കി പറ. അന്നു മുതൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് മറുവീട് കാണാൻ വന്നപ്പോൾ ഇവിടെ നിൽക്കാമോ എന്ന് നിന്റെ പപ്പ ചോദിക്കുന്നത് വരെ നിന്റെ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. നിന്നോടൊപ്പമുള്ള എൻ്റെ ലൈഫ് അതടിച്ച് പൊളിച്ച്. പക്ഷെ പപ്പ ആ ചോദ്യം ഇട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലിപ്പോൾ നിന്റെ പപ്പയും ഉണ്ട് മമ്മിയും ഉണ്ട്. റിയലി? ഷ്യോ. കുട്ടിക്കാലം മുതലേ അച്ഛനില്ലാതെ വളർന്ന ആളല്ലേ. ഐ റിയലി എൻജോയ് ദിസ് ലൈഫ്. ഇനിയിപ്പോൾ സുദീപ് അല്ല അവൻ്റെ അപ്പാപ്പൻ പറഞ്ഞാലും എനിക്ക് പുല്ല. താങ്ക്സ് ഡാ. പിന്നെ നിന്റെ ഫാന്റസി വേറെന്തോ ആയിരുന്നില്ലേ? നമ്മൾ തനിച്ച് വേറൊരു വീട്ടില്. ഹേയ് നോ, നിന്റെ മമ്മി ഒറ്റയ്ക്കാക്കിട്ടോ? ഒരിക്കലും ഇല്ല. ഇവിടുന്ന് പോകേണ്ടി വരുമല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ദാറ്റ്സ് ട്രൂ. അപ്പൊ നീ ഹാപ്പി ആണല്ലേ? ആ, പക്ഷെ മമ്മി അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നൊരു വിഷമമുണ്ട്. ഏയ്, നിന്റെ പപ്പയും മമ്മിയും കൂടെ മാത്രം എടുത്ത തീരുമാനമല്ലല്ലോ. എൻ്റെ മമ്മിയും കൂടെ ആവശ്യപ്പെട്ടിട്ടല്ലേ. പിന്നെ മമ്മിക്ക് ഇഷ്ടം അതായിരുന്നല്ലോ. ഒറ്റയ്ക്കെല്ലാം ചെയ്ത് ശീലിച്ചതല്ലേ. ആ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇനി പപ്പയുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യണ്ട. ഇപ്പൊ നീ ഉണ്ടല്ലോ, എനിക്ക് വേറൊരു ഐഡിയ തോന്നുക. അതെന്താ? നമ്മുടെ ഹിമ കളക്ഷൻസ് ഇല്ലേ, അതൊന്ന് ഡെവലപ്പ് ചെയ്താലോന്ന്. പറ്റുമെങ്കിൽ കേരളത്തിലെ മേജർ സിറ്റീസിലും മോൾസിലും നമ്മുടെ ഫ്രാഞ്ചൈസി തുടങ്ങിയാലോന്ന്. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിന് മമ്മിയുടെ കൂടെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കാം. നിന്റെ ഇഷ്ടം പറ. ഓക്കെ, നീ ജോയിൻ ചെയ്തോ. എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൻസ് കുഞ്ഞമ്മ ചെയ്ത ലൈവ് ഇല്ലേ, അത് ഞാൻ അങ്ങ് ചെയ്താലോന്ന്. പിന്നെ ആ കുട്ടിയില്ലേ അവിടുന്ന് പറഞ്ഞു വിട്ട, എപ്പോഴും ആൻസ് കുഞ്ഞമ്മയുടെ കൂടെ ലൈവിലുണ്ടാവും. എന്താ അതിന്റെ പേര്? ആ, പ്രിയ. അവളെ ഞാനങ്ങ് തിരിച്ചെടുത്താലോ? എന്തിന്? അവൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. ഇപ്പൊ ജോലിയൊന്നുമില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതൊന്നും വേണ്ട, അതൊക്കെ പഴയ. അവള് നിന്റെ ആൻസി കുഞ്ഞമ്മ കാരണം എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്നറിയോ? സ്ഥാപനത്തിന്റെ പേര് വരെ പോയി. അവളുടെ ഒരു ബന്ധുക്കാരെ അവിടെ എവിടെയൊക്കെ വന്നു എന്തൊക്കെ ഉണ്ടാക്കിയെന്നറിയോ? അതും എന്റെ പേര് പറഞ്ഞു എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. അതൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പ്രിയമായി കുറെ നേരം സംസാരിച്ചു. അതിനാരോ ചതിച്ചതെന്തോ ആണെന്ന്. ഇപ്പൊ അവൾ അബോട്ടൊക്കെ ചെയ്തു. അവളാണെങ്കിൽ ഡിസൈനിങ് ഒക്കെ പഠിച്ചതുവാ. വേണ്ട, അങ്ങനെയാണ് നീ മമ്മിയുടെ കൂടെ കൂടാതിരിക്കുന്നതാണ് നല്ലത്. ആ, നിങ്ങൾ ഇതെടുത്ത് കഴിക്കാം. ആ, പിള്ളേര് വരട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ. അതാ വേണ്ടത്. എന്തായാലും അവനങ്ങ് ബോംബെ കിടക്കുമ്പോ പ്രോപ്പർട്ടി കേസെന്നും പറഞ്ഞ് അവനും വരത്തില്ല അവളും വരത്തില്ല. ഹോ, കാശ് കൊടുത്താൽ എന്താ, മനസമാധാനമായി. അങ്ങനെ മനസമാധാനം ആവേണ്ട കാര്യമൊന്നുമില്ല. 3-3.5 കോടിയാ ചെലവാക്കിയത്. അത് തിരിച്ചു പിടിച്ചില്ലെങ്കിലേ അപ്പോഴാ എന്റെ തനി കുണം കാണുന്നത്. എടി, അതിനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മമ്മി. ആ, ഗുഡ് മോർണിംഗ്. വാ വാ, ഞങ്ങൾ ഇറങ്ങുകയാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. പുറത്തുനിന്ന് കഴിച്ചോളാം പപ്പാ. ഒരുമിച്ച് കഴിക്കാനല്ലേ കാത്തിരുന്നേ. ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോ. ഒരു കുടുംബമായ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതാണ് അതിന്റെ ശരി. ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോ. വേണ്ട പപ്പാ, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും പോകുന്ന വഴിക്ക് കഴിച്ചോളാം. മമ്മി, ഞങ്ങൾ ഇറങ്ങാണേ. അവര് പുറത്തുനിന്ന് കഴിക്കട്ടെ. പപ്പാ പോകുവാണേ. നിങ്ങൾ കഴിക്കേ. പിള്ളേര് പുറത്തുനിന്ന് കഴിച്ചോളൂ. ആദ്യം ഓഫീസിൽ പോയിട്ട് അവിടുന്ന് കോർപ്പറേഷൻ ഓഫീസിൽ പോകണം. അപ്പൊ ഹിമ കളക്ഷൻസിൽ എപ്പോ പോവും? അത് ഈവനിങ് പോവാം. നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. നിനക്ക് മമ്മിയുടെ കൂടെ ഇരിക്കുന്നതാണല്ലോ ഇഷ്ടം. ഇതെന്താ സാധനങ്ങളൊക്കെ ആയിട്ട്? എന്താ ഏട്ടാ സാധനങ്ങളൊക്കെ ആയിട്ട്? അനന്തസ്വാമി കൊടുത്തു വിട്ടതാ. എന്തിന്? അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഇത് എവിടെ വെക്കണ്ടേ? എന്താ ഋഷി? അനന്തം കൊടുത്തു വിട്ടാണെന്ന്. അനന്ത ചിറ്റപ്പനോ? ആ, ചിറ്റപ്പന്റെ വണ്ടിയല്ലേ അത്? ചിറ്റപ്പൻ എല്ലാരും ഉണ്ടല്ലോ.
ആ മക്കള് വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞില്ലല്ലോ. ക്ലാസ്സിലൊന്നും പോണ്ടേ? കുറച്ച് ദിവസമായിട്ട് പോണില്ല, ഷിഫ്റ്റിംഗ് അല്ലേ. കുഞ്ഞമ്മ എന്താ സാധനങ്ങളൊക്കെ ആയിട്ട്? അത് ചിറ്റപ്പനോട് ചോദിച്ചാൽ മതി. സ്റ്റെയർ കേസാ കാണുന്ന പൊട്ടുന്ന സാധനമുണ്ടേ, സൂക്ഷിക്കണം. ആ അതെടുത്തോ പതുക്കെ. ദേ അതൊക്കെ എടുത്തോണ്ടെങ്കിൽ മുകളിലോട്ട് ഇല്ല. മക്കളെ, മോളെ, നമ്മളെല്ലാവരും ഇങ്ങോട്ട് താമസം മാറ്റി. ആണോ? വാ നടക്കുമോളെ. വാ. എന്താടാ ഇത്? അതങ്ങോട്ട് വെച്ചോ, മുകളിലേക്ക് വെച്ചോ. എന്ത് തോന്നിയ സ്ഥലം കാണിക്കുന്നേ? അതെ, അത് അങ്ങോട്ട് ചോദിക്കും. ആര് പറഞ്ഞാ വീട്ടിൽ കയറി കൊടുവള്ളി, അത് മുകളിലേക്ക് കയറ്റി വെക്ക്. കാണിക്കുന്നത്? ഇത് എടുത്തോണ്ട് അങ്ങ് മുകളിലേക്ക് വെക്ക്. എടുത്ത് കയറ്റങ്ങോട്ട്. എന്താടാ ഇതൊക്കെ? അതൊന്ന് വാങ്ങിച്ചോ. സാധനം വെച്ചോട്ടോ സാറേ. സാധനം സ്ഥലം കാണിച്ചു കൊടുക്ക്. കൂടും കുടുക്കൊക്കെ നോക്കിയോ. നീ പറഞ്ഞിട്ടാണോ അവൻ ഇങ്ങോട്ട് വന്നത്? ഞാനൊന്നുമല്ല. വിളിയടി, പോലീസിനെ വിളിക്കും. നിങ്ങൾ പോലീസിനെ വിളിക്കാം. വിളിക്ക്. ഇങ്ങോട്ട് വാ. വീട്ടിൽ കയറി തോന്നിയ ദിവസം കാണിക്കുന്നു. എല്ലാത്തിനെയും ഞാൻ ഒന്ന് നോക്കിയോ. പപ്പ ഇത് മനഃപൂർവ്വ, ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കരുത്. പോലീസിനെ വിളിച്ച് എന്താടി പറയണ്ടേ? ആരണ്ടൊക്കെ വീട്ടിൽ കയറി ആക്രമിക്കുന്നു പറ. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ആ SP നിങ്ങളുടെ ഭയങ്കര കൂട്ടല്ലേ? നീ മിനിസ്റ്റർ ഒന്ന് വിളിക്കേ. ഈ ചീള് കേസിലാണ് മിനിസ്റ്ററെ വിളിക്കുന്നത്. ആൻസിയാ ലൈറ്റ് ഒന്നിട്ടെ. അത് നോക്കിയേ. ഇത് നമ്മുടെ മുറിയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞങ്ങൾക്കോ? പണ്ടേ ഞാനിരുന്ന് പഠിച്ച മുറി അപ്പുറത്തുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വാ അമ്മി, നമുക്ക് പോയി നോക്കിട്ട് വരാം. അമ്മ, അവിടെ ടോയ്സ് വെക്കാൻ സ്ഥലം കാണും. ടോയ്സ് വെക്കാൻ സ്ഥലമുണ്ട്. പണ്ട് ഇതെന്റെ മുറിയായിരുന്നു, ഞാനിവിടെ കിടന്നിരുന്നത്. അനന്തു, ഏ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. അവർ താഴെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരും, ഉറപ്പാ. പ്രശ്നം ഉണ്ടാവട്ടെ, അങ്ങനെയല്ലേ വക്കീല് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ വീടാണോ അച്ഛാ? ആണ് മോളെ, ഇത് അച്ഛന്റെ വീടാ. തറവാടെന്ന് പറയുന്നത് ഈ വീടാ. ഇതിനെ കേസൊക്കെ നടക്കുന്നത് അല്ലേ അച്ഛാ? കേസിന്റെ കാര്യമൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് അവകാശപ്പെട്ട വീട്ടില് നിങ്ങൾ താമസിക്കുന്നു. കൊടുവിളി പറഞ്ഞത് സ്കൂൾ ബസ് ഇതാ ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വരുന്ന. സ്കൂൾ ബസ് വരുമോ? അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകുമേ? കൊണ്ടുവല്ലോ. അനന്തു ഇവരുടെ സ്കൂളിൽ വിളിച്ച് പറയണേ ഇനി ഇവർ ഇവിടുന്നാ കയറുന്നത്. ഞാൻ പറഞ്ഞു. ഇത് കുഞ്ഞുങ്ങളുടെ ബാഗാ. അയ്യോ അതെ, താങ്ക് യു. കൊടുവള്ളി, ഇവിടെ ആകെ ഒന്ന് വൃത്തിയാക്കണ്ടേ? അതിന് താഴെ സെർവന്റ് ഉണ്ടല്ലോ, അവരെ വിളിച്ച് വൃത്തിയാക്കിയ പോരെ. അയ്യോ, അതിന് അവര് സമ്മതിക്കില്ല. ഞാൻ തൂത്തുടച്ചോളാം. അതൊന്നും വേണ്ട. നമ്മുടെ അവകാശം ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യിപ്പിക്കണം. മോളിലത്തെ അടുക്കള സെറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ നമ്മൾ അവരുടെ അടുക്കള ഉപയോഗിക്കും, ഹോളും ഉപയോഗിക്കും. അനന്തു, നമ്മളായിട്ട് ഇനി ഇഷ്യൂന് പോണ്ട. ആൻസി, ഇത് എന്റെ വീടാ, ഞാൻ ജനിച്ചു വളർന്ന വീട്, എന്റെ ഓർമ്മകളാ ഇത് മുഴുവൻ. അനന്താ, വീട്ടിൽ കയറി വന്ന് തോന്നിയ ദിവസം കാണിക്കുന്നോടാ. എടുത്തോണ്ട് പോടാ. ഇതെന്താ കാണിക്കുന്നേ? അനന്താ, മറിക്കോ. നീ എന്താടാ ഉദ്ദേശിച്ചത്? വീട്ടിൽ കയറി വന്ന് തോന്നിയ ദിവസം കാണിക്കുന്നോ? നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേടാ ഇത് കുഴപ്പമാകും, ക്രിമിനൽ കേസാവൂന്ന്. ഭവനഭേദനം, വീട് അതിക്രമിച്ച് കയറല്. അതാ പറഞ്ഞത്, ക്രിമിനൽ കേസാന്ന്. കുറെ കാലം ജോലി സംബന്ധമായി അന്യദേശത്തായിരുന്ന കൃഷ്ണപിള്ളയുടെ മകനും മരതകം പിള്ളയുടെ കൊച്ചുമകനുമായ ഞാൻ എന്റെ വീട്ടിൽ വന്ന് കയറി ഒന്ന് അടിച്ചു വൃത്തിയാക്കി ഒരു ഗ്ലാസ് പാല് കാച്ചാൻ ശ്രമിക്കുമ്പോ വന്ന് അതിക്രമിച്ചു കയറി ഭവനഭേദനം നടത്തുന്നത് ക്രിമിനൽ കേസ് തന്നെയാണ് വക്കീലെ. വകുപ്പ് ഏതാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. നിന്റെ വീടോ? ആ വിൽപത്രം നീ കണ്ടതല്ലേ? അതേടാ, എന്റെ അപ്പൂപ്പൻ എനിക്ക് എഴുതി തന്ന വിൽപത്രം. വിൽപത്രം കൊടുവള്ളി പറയുന്ന കേട്ടോ, മരതകം പിള്ളയുടെ വിൽപത്രം. ആൻസിയെ, നീയും അത് വായിച്ചതല്ലേ? യമണ്ടൻ സാധനം അത്. എന്റെ ചേട്ടത്തി വക്കീലെ, ഞാനും ഇതൊക്കെ വായിച്ചതാ. വായിച്ചപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്, ഞാനൊരു വലിയ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്.
10 വർഷം മുമ്പ് ജനിക്കാനൊത്തില്ല. ശരിക്കും അത് എന്റെ തെറ്റല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ദാ ആ നിൽക്കുന്ന ചെറുക്കനും ഡാ മോനെ നീ ഇഞ്ഞു വന്നേ, നീ അങ്ങ് മിനുങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ പല്ലവി മോളുടെ മഹാഭാഗ്യം, ഇതുപോലൊരു സാധനത്തിന് തന്നെ കിട്ടിയല്ലോ. ഇവനതൊക്കെ നന്നായി മനസ്സിലാവും അല്ലേ ആൻസി? രജിസ്ട്രാർ ഓമനക്കുട്ടൻ, ഒന്ന് വിളിക്ക് സഹോദര, ഒന്ന് വിളിക്ക്. രജിസ്ട്രാർ ഓമനക്കുട്ടൻ തമ്പി, വിളിക്ക് സഹോദര. പോലീസ് ഉണ്ടടാ ഈ നാട്ടില്, അവര് തീർത്തോളും നിന്റെ ഈ സൂക്കേട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ നിൽക്കണ്ട, പുള്ളിക്കാരനെ വിളിക്കാനാ ഞങ്ങളുടെ വക്കീൽ പറഞ്ഞിരിക്കുന്നത്. കൊടുവള്ളി, ആ പേരും നമ്പരും ഒന്ന് കൊടുക്ക്, അവര് തന്നെ വിളിക്കട്ടെ. വക്കീലന്മാര് തമ്മിലാവുമ്പോ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവുമല്ലോ. സുപ്രീം കോടതി വരെ കേസ് വാദിക്കുന്ന വക്കീലാണ്. ഒറ്റ സിറ്റിങ്ങിന് 3 ലക്ഷമാണ്. പക്ഷെ എന്റെ കേസ് ഫ്രീ ആയിട്ട് നടത്താന്ന് ഏറ്റിരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? നന്മയുള്ളിടത്തും ശരിയുള്ളിടത്തുമേ നമ്മുടെ വക്കീൽ നിൽക്കത്തുള്ളൂ. വിൽപത്രം വായിച്ചപ്പോഴേ വക്കീലിന് മനസ്സിലായി മരതകം പിള്ളയുടെ ഈ ചെറുമകനും ഭാര്യയും ഫ്രോഡുകളാണെന്ന്. ഈ മുറി വക്കീലിന്റെ പഴയ കുറെ കഥകൾ പറഞ്ഞ് വക്കീല് തലതല്ലി ചിരിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിലെ കഥകളെ ഈ മുറി വക്കീലിനെ ഇന്ത്യയിലെ ഒരു കോടതിയിലും കയറ്റാത്തതിന്റെ കാരണം വക്കീല് പറഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. കൊടുവള്ളി, ഈ പറഞ്ഞ കാര്യം ഈ മുറി വക്കീലിന്റെ ഭർത്താവിന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പറഞ്ഞു കൊടുക്കു കൊടുവള്ളി. നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ഒരു സിറ്റിങ്ങിന് 3 ലക്ഷം വാങ്ങിക്കുന്ന ഇന്ത്യയിലെ 10 അഡ്വക്കേറ്റുമാരിൽ ഒരാൾ, ഹൈക്കോടതിയിലെ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് ശരണ്യമൂർത്തി. അഡ്വക്കേറ്റ് ശരണ്യമൂർത്തി നിങ്ങളുടെ വക്കീലോ? പേപ്പർ കട്ടിങ്സിൽ കണ്ട പേര് വിളിച്ചു പറഞ്ഞാ ഞങ്ങൾ അങ്ങ് വരണ്ടു പോകുന്നു കരുതിയോ? നീ മിടുക്കനാവോ നോക്ക. അയ്യോ, നമ്മൾ മിടുക്കണൊന്നും അല്ലേ. ആയിരുന്നെങ്കിൽ കിടപ്പാടം പോലും ഇല്ലാതെ ഇങ്ങനെ അലയേണ്ടി വരില്ലായിരുന്നു. നീ തെണ്ടേണ്ടി വന്നത് ഇവള് കാരണോടാ. നിന്റെ പെണ്ണും പിള്ളേം പിള്ളേരെ നാട്ടുകാർ തീട്ടു കൊല്ലും. നീ വലിയ സിനിമാക്കാരനല്ലേ? സിനിമയെക്കാളും ഹിറ്റ് അല്ലേടാ ഇവളുടെ ലീലാവിലാസങ്ങള്. ദിവസം